ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1 അതിലെ 25ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ ആ 3 കുട്ടികൾക്കും ഒരു വടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഉറങ്ങുമ്പോൾ പോലും എനിക്ക് ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് വെച്ച് ഉറങ്ങാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ അഥവാ ഉറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് എന്നെ അടിച്ചു ഉണർത്തണമെന്ന് പറയുകയാണ് ആ 3 കുട്ടികളോട്. ആ 3 കുട്ടികളും പറയുകയാണ്, ഞങ്ങൾക്ക് താൻജറോനെ സഹായിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ രാത്രിയാണ് കാണിക്കുന്നത്. രാത്രിയിൽ താൻജറോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ 3 കുട്ടികളും അങ്ങോട്ട് വരികയാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ ആദ്യമൊക്കെ ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തൊക്കെയാണ് ഉറങ്ങുന്നത്. പക്ഷേ നമ്മുടെ താൻജറോയുടെ കൺട്രോൾ പോയി താൻജറോ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ 3 കുട്ടികൾ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് ആ താൻജറോയുടെ ആ മണ്ടക്കിട്ട് അടി കൊടുത്തോണ്ടിരിക്കുക. അടി കണ്ട താൻജറോ പറയുകയാണ്, സോറി ഞാൻ ഈ തവണ ശരിയാക്കാം, എന്നോടൊന്ന് ക്ഷമിക്കാൻ പറയുകയാണ്. അങ്ങനെ ആ 3 കുട്ടികൾ ഒരു ചാൻസ് കൂടെ നമ്മുടെ താൻജറോയ്ക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ജെനിറ്റ്സു ഉറങ്ങാതെ ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സു. വീണ്ടും നമ്മുടെ താൻജറോ ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് വെച്ച് ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ താൻജറോയുടെ കൺട്രോൾ വീണ്ടും പോകുന്നു. അങ്ങനെ ആ കുട്ടികൾ വീണ്ടും നമ്മുടെ താൻജറോനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ അമ്മച്ചേ തോറ്റിട്ടും നമ്മുടെ താൻജറോ വിട്ടുകൊടുക്കുന്നില്ല. വീണ്ടും എനിക്ക് ഓരോ ചാൻസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രാവിലെ ആകുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ താൻജറോ റീഹബിലിറ്റേഷൻ ട്രെയിനിങ്ങിന് വേണ്ടി ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ സിസ്റ്റർ ചോദിക്കുകയാണ്, ബാക്കിയുള്ള 2 പേരും കൂടെ. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, എനിക്ക് ഇന്നും അവരെ കൊണ്ടുപോകാൻ സാധിച്ചില്ല, തീർച്ചയായിട്ടും ഞാൻ നാളെ ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്ന് പറയുകയാണ്. നമ്മുടെ താൻജറോ ട്രെയിനിങ് പോയാൽ നമ്മുടെ താൻജറോ ഓരോ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കയറിലൊക്കെ വലിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവനെ കൊണ്ട് ഉറപ്പായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ആ കയറിന്റെ മണ്ടയ്ക്കൂടെ കയറുന്നത്. നമ്മുടെ താൻജറോ ഒരുപാടധികം കഷ്ടപ്പെട്ട് ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെ മണ്ടയ്ക്ക് വെച്ചിട്ട് പുഷപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത ഞാനെന്നൊക്കെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അടുത്ത ദിവസത്തെ ഫുൾ ബോഡി ട്രെയിനിങ്ങിന് വേണ്ടി വരികയാണ്. നമ്മുടെ താൻജറോ വന്ന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ താൻജറോയ്ക്ക് മനസ്സിലാവണം, ഇവളാണെങ്കിൽ എന്നെക്കാട്ടി വളരെയധികം ഫാസ്റ്റാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്നലെ ട്രെയിൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടധികം ഫാസ്റ്റ് ആയി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളെ പിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ താൻജറോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചടാന്ന് പറയുന്ന സമയത്തായിരുന്നു അവളാണെങ്കിൽ ആ കൈ അങ്ങ് വലിക്കുന്നത്. കാരണം അവൾ നമ്മുടെ താൻജറോനെക്കാട്ടി ഫാസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോ അവിടെ മൂടടിച്ച് വീണ് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അവനെ ട്രെയിൻ ചെയ്യാൻ സഹായിച്ച എല്ലാവരെയും താങ്ക്സും താങ്ക്യൂ ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ താൻജറോ അവിടെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ട്രെയിൻ കൊടുത്ത ആ നേഴ്സ് മുഖം തിരിഞ്ഞ് നോക്കുകയാണ്. താൻജറോ പുറമോട്ട് തിരിഞ്ഞ് നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ജെനിറ്റ്സു അതുപോലെ തന്നെ ഇനോസ്കി അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന്, ഞങ്ങൾക്കൊന്നും ട്രെയിൻ ചെയ്യണ്ടേ, ഞങ്ങൾ ഇവിടുത്തെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിറ്റ്സും അതുപോലെ തന്നെ ഇനോസ്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നമ്മുടെ താൻജറോ ആണെങ്കിൽ ഇതൊന്നും വലിയ കാര്യത്തിലൊന്നും എടുക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം എൻ്റെ ടെക്നിക്ക് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇന്ന് മൺകുടം മേടിച്ചിട്ട് അത് ഊതി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അത് കഷ്ടപ്പെട്ട് അങ്ങ് ഊതി പൊട്ടിക്കുകയാണ്. നമ്മുടെ പൊട്ടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ ആ 3 കുട്ടികളും. എന്നാൽ ഇതേ സമയം തന്നെ ആ 3 കുട്ടികളിൽ ഒരു കുട്ടി പറയുകയാണ്, ഇനി നിങ്ങൾ ഇത്രയും വലിയ കുടമാണ് ഊതി പൊട്ടിക്കുക. എന്നാൽ ഇതേ സമയം തന്നെ അവിടെ സൈഡിലിരുന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സും അതുപോലെ തന്നെ ഇനോസ്കിയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് അവർ ഒളിഞ്ഞു നോക്കുന്നത്. കണ്ടിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിനിങ് എടുക്കുന്നതെന്നൊന്നും അവർക്ക് 2 പേർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. നമ്മുടെ ജെനിറ്റ്സു ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അവിടെ താൻജറോ ഇല്ല. താൻജറോ നേരത്തെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. നമ്മുടെ താൻജറോ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ജെനിറ്റ്സുവിന് വളരെ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്. നമ്മുടെ ജെനിറ്റ്സു പറയുകയാണ്, നമുക്കും ട്രെയിനിങ്ങിന് പോയാലോ, അതോ നമുക്കും ഇവിടെ തന്നെ ഇരുന്നാൽ മതി. ഇതേ സമയം തന്നെ നമ്മുടെ ജെനിറ്റ്സുവിൻ്റെ കിളി കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുവാടാ നീ പറയുന്നതെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ജെനിറ്റ്സുവിന് മനസ്സിലാവാണ് നമുക്കും ട്രെയിനിങ്ങിന് പോകാമെന്ന്. അങ്ങനെ നമ്മുടെ ജെനിറ്റ്സു ആണെങ്കിൽ ആ മരുന്നെടുത്ത് നല്ല ഉഷാറായിട്ട് അങ്ങ് കുടിക്കുകയാണ്. നമ്മുടെ ഇനോസ്കിക്കും അതുപോലെ തന്നെ നമ്മുടെ ജെനിറ്റ്സുവിനും താൻജറോ എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല, എന്തിനു വേണ്ടിയാണ് അവനെ ട്രെയിൻ ചെയ്തതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവരും ട്രെയിനിങ്ങിന് വേണ്ടി പോകുകയാണ്. അവർ 2 പേരും ചെന്ന് ഷിനുവിനോട് ചോദിക്കുന്നു, താൻജറോ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് എടുക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ഷിനുവ് പറയണം, നിങ്ങളും ട്രെയിനിങ് എടുക്കാൻ തീരുമാനിച്ചോ. താൻജറോ ചെയ്യുന്നതെന്ന് വെച്ചാൽ 24 hours ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്കാണ് അവൻ ട്രെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നു. ഇതായിരുന്നു, ഇത് നിസ്സാരമല്ലേ, ഞാൻ ഇതിപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവർ 2 പേരും ആ ട്രെയിൻ ചെയ്യാൻ പോവുകയാണ്. അവരത് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് അവർക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല. അവരുടെ നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്ന്. എങ്ങനെയെങ്കിലും ഈ ട്രെയിനിങ് പാസ്സാവണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ 2 പേരും താൻജറോട് വന്ന് ടിപ്പൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ താൻജറോ പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത്
സമയത്ത് ഒരു ശ്വാസകോശം വലുതായിരിക്കണം, ഒന്ന് ചെറുതായിരിക്കണം, ഒന്ന് വലുതായിരിക്കണം, ഒന്ന് ചെറുതായിരിക്കണം എന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് ഷിനുബു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഷിനുബു ആണെങ്കിൽ നമ്മുടെ ഇനോസ്കിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, നീ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള ഒരാളാണെന്നാണ് വിചാരിച്ചത്. നിനക്ക് ഈ ടെക്നിക്കൊക്കെ വളരെയധികം ഈസി ആയിട്ട് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് എൻ്റെ വിശ്വാസം മാത്രമായിരുന്നു. നിനക്കത് ചെയ്യാൻ സാധിച്ചില്ല. നീ അത് കുഴപ്പമില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ, അത് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇനോസ്കി പറയുകയാണ്, ആരാണോ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്, ഞാൻ ഇപ്പോൾ ചെയ്തു തരാം, ഞാൻ ഉറപ്പായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇനോസ്കി. എന്നാൽ നമ്മുടെ ഷിനുബു ആണെങ്കിൽ നമ്മുടെ ഇനോസ്കിയുടെ അടുത്ത് നിന്ന് പോയി നമ്മുടെ സെനിച്ചുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സെനിച്ചു പറയുകയാണ്, ആരാണ് പറഞ്ഞത് എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ ഉറപ്പായിട്ടും ട്രെയിൻ ചെയ്തത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പ്രാന്ത് പിടിച്ചോലും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഓരോ ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻസറോ ചെയ്തതുപോലെ തന്നെ ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ കാനെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ആലോചിക്കുവാണ് ഇവരെന്തുവാണ് ചെയ്യുന്നതെന്ന്. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ഷിനുബു വരുന്നത്. ഷിനുബു പറയുകയാണ്, നീയും അവരുടെ കൂടെ പോയി ട്രെയിനിങ് എടുത്തോളാൻ തന്നെ. ഇതേ സമയം തന്നെ നമ്മുടെ ഷിനുബു അവിടെ നിന്ന് പോവുകയും കൂടാണ്. അങ്ങനെ നമ്മുടെ ഷിനുബു പോയി കഴിഞ്ഞിട്ടും നമ്മുടെ ക്വാഴയാണെങ്കിൽ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ താൻസറോ ഇനോസ്കിയോടും അതുപോലെ തന്നെ സെനിച്ചോനോടും പറയുകയാണ്, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെയും കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ താൻസറോ വളരെയധികം വലുതായിട്ട് മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവളാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കോയിൻ അങ്ങ് മേളിലോട്ടിടുകയാണ്. പിന്നെ കാണിക്കുന്നത് അവളുടെ കുട്ടിക്കാലമാണ്. അവളുടെ കുട്ടിക്കാലത്തെ സമയത്താണെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ദാരിദ്ര്യത്തിലാണ്. എന്ന് വെച്ചാൽ കഴിക്കാൻ പോലും ആഹാരം മേടിക്കാൻ പോലും അത്രയ്ക്ക് പൈസയൊന്നുമില്ല. ആൾക്കാരൊക്കെ അവരുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി വിൽക്കുവാണ്. ആ സ്ഥലത്തായിരുന്നു നമ്മുടെ ക്വാനയും ജനിക്കുന്നത്. അവളെയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ ചുമ്മാ ഇടിക്കുകയും തെറിയൊക്കെ പറയുകയൊക്കെ. അവളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ആളാണെങ്കിൽ അവളെ കൊണ്ട് വിൽക്കാൻ വേണ്ടി അവളെ കൊണ്ട് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കയറിലൊക്കെ കെട്ടിക്കൊണ്ടാണ് അവളെ കൊണ്ട് പോകുന്നത്. ഇതേ സമയം തന്നെ അവിടെ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, ഇവളെ എന്തിനാണ് ഇങ്ങനെ കയറിലൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നത്, അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? സമയം തന്നെ ആ മൊട്ടത്തലയും പറയുകയാണ്, ഇതൊന്നും നിങ്ങളുടെ കാര്യമൊന്നുമല്ല, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഇവൾ എൻ്റെ അടിമയാണ്, ഇവളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുകയാണ് ആ മൊട്ടത്തലയിൽ. അവളാണെങ്കിൽ ആ കുട്ടിയോട് സംസാരിക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഷിനുബുവിന്റെ ചേച്ചിയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഷിനുബുവിന്റെ ചേച്ചി ആ കുട്ടിയോട് സംസാരിക്കുകയാണ്. പക്ഷേ ആ കുട്ടിയെ തിരിച്ചൊന്നും മറുപടിയൊന്നും പറയുന്നില്ല. ഇതേ സമയം തന്നെ ആ മുട്ടത്തലയും പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതെൻ്റെ അടിമയാണെന്ന്, അതുകൊണ്ട് ഇവളോട് സംസാരിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ എനിക്ക് പൈസ തരണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ കൊണ്ട് അവളെ അടിക്കാൻ ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഷിനുബു ചാടി വന്നിട്ട് അവൻ്റെ കയ്യിൽ തിരിച്ചടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ചേച്ചി അടിക്കാൻ വരുമെന്ന്. അത് കേട്ട മുട്ടത്തലയും പറയുകയാണ്, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറുന്നത്, അതുമാത്രമല്ല അവൾ എൻ്റെ അടിമയാണ്, അവളോട് സംസാരിക്കാൻ പോയിട്ട് ഞാനത് തടയാൻ നോക്കിയപ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ മണ്ടയ്ക്ക് മെക്കിട്ട് കയറാൻ വരുന്നത്, ഞാനിവളെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, നിങ്ങൾ ചുമ്മാ എന്നെ ചൊറിയാൻ വരരുതെന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ ഷിനുബു ആണെങ്കിൽ നിനക്ക് എത്ര പൈസ വേണം, അതിൽ കൂടുതൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലിരുന്ന പൈസയെല്ലാം എടുത്ത് അങ്ങോട്ട് എറിയുകയാണ്. ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മൊട്ടത്തലയൻ. അങ്ങനെ നമ്മുടെ ഷിനുബു ആ കുട്ടിയെ കൊണ്ട് അതുപോലെ തന്നെ ഷിനുബുവിന്റെ ചേച്ചി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ബട്ടർഫ്ലൈ ഹൗസിലേക്ക് വരികയാണ്. എന്നിട്ട് ആ കുട്ടിയെ കുളിപ്പിച്ച് നല്ല കുട്ടിപ്പിയാക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ കുട്ടിയുടെ തലയിൽ സോപ്പൊക്കെ തേക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയുടെ കണ്ണിൽ ആ സോപ്പ് വീണിട്ട് ഒരു റിയാക്ഷൻ പോലും ആ കുട്ടിക്കില്ല. കാരണം ആ കുട്ടി ഇതിനെക്കാട്ടി വലിയ വേദന സഹിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഷിനുബു ആണെങ്കിൽ അവളുടെ ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവളോട് ഇരിക്കാൻ പറഞ്ഞാലേ ഇവൾ ഇരിക്കത്തുള്ളൂ, നിൽക്കാൻ പറഞ്ഞാലേ ഇവൾ നിൽക്കത്തുള്ളൂ, അതുമാത്രമല്ല ഇവളുടെ മുന്നിൽ ഇവളുടെ ഭക്ഷണം കൊണ്ട് വെച്ചാൽ പോലും കഴിക്കാൻ പറഞ്ഞാലേ ഇവൾ കഴിക്കത്തുള്ളൂ, അതുമാത്രമല്ല ഇവളോട് ഉറങ്ങാൻ പറഞ്ഞാലേ ഇവൾ ഉറങ്ങത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അവളുടെ ചേച്ചിയോട് നമ്മുടെ ഷിനുബു. ഇതൊക്കെ കേട്ടാ നമ്മുടെ ഷിനുബുവിന്റെ ചേച്ചി പറയുകയാണ്, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയട്ടെ. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഒരു കോയിൻ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഈ കോയിൻ ഇട്ടിട്ട് ടോസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി, ഇതിന്റെ ഹെഡ് വീരുവാണെങ്കിൽ നീ അത് ചെയ്യണം, അഥവാ ഇതിന്റെ ടെയിൽ വീരുവാണെങ്കിൽ നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ ഷിനുബുവിന്റെ ചേച്ചി. നമ്മുടെ ഷിനുബു പറയുകയാണ്, ഇതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ലെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഷിനുബുവിന്റെ ചേച്ചി പറയുകയാണ്, ഇവൾക്ക് ഇഷ്ടമുള്ളത് ഇവള് ചെയ്തോട്ടെന്ന്. അങ്ങനെ കൊടുത്ത ആ കോയിനാണ് ഇപ്പോഴും നമ്മുടെ കാനയുടെ കയ്യിൽ ഇരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മളെ കാണിച്ചത്. സെറ്റുകായിട്ട് അവൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ മടിയായിട്ട് അവൾ തിരിച്ചു പോവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താൻസറോടെ കാക്കി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആ കാക്ക എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ താൻസറോ ഇത് കേട്ട പാക്കെ കേൾക്കാത്ത പാടെ ഓടിച്ചെന്നിട്ട് നമ്മുടെ ഇനോസ്കിയോട് പറയുകയാണ്, നമുക്കുള്ള സാധനം വന്നിട്ടുണ്ടാ, നമുക്കത് പോയി പോയി എടുക്കണം, നമ്മുടെ വാളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ അവൾ വളരെയധികം സന്തോഷത്തിൽ സോട്ട്സ് വില്ലേജിൽ നിന്ന് വന്ന ആ വാള് നോക്കാൻ വേണ്ടി അവർ വെളിയിലേക്ക് പോവുകയാണ്. നോക്കുന്ന സമയത്ത് അത് ഹാഗ്നോസിക്കയും അവന്റെ അസിസ്റ്റന്റുമാണ്. നമ്മുടെ താൻസറോ ഇവിടെ നിന്ന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഹാഗ്നോസിക്ക, നിങ്ങൾ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്, വീണ്ടും കണ്ടതിന് സന്തോഷമുണ്ടെന്നൊക്കെ നമ്മുടെ താൻസറോ പറയുകയാണ്. നമ്മുടെ ഹാഗ്നോസിക്ക ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാളെടുത്തിട്ട് ഞാനിപ്പോ നിന്നെ കൊല്ലാൻ പോവാടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻസറോ എടുത്തോണ്ട് ഓടി വരികയാണ്. എന്നാൽ നമ്മുടെ
താൻജറോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് നമ്മുടെ ആഗ്നോസിക്ക വിടുന്നില്ല, നിന്നെ അവനെ നമ്മുടെ താൻജറോനെ പിന്നെ പിടിക്കാൻ വരുവാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വാൾ നീ പൊട്ടിക്കോളാന്ന് പറഞ്ഞാണ് അവന്റെ പുറകെ പോകുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ട് നമ്മുടെ ഷിനുബു വിചാരിച്ചിരിക്കുന്നത് ഇത് ട്രെയിനിങ് ആയിരിക്കും എന്നാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ ആഗ്നോസിക്ക ഇപ്പൊ ചെറുതായിട്ട് സമാധാനത്തോടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആഗ്നോസിക്കയുടെ അസിസ്റ്റന്റ് പറയുകയാണ്, താൻജറോ നീ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ആഗ്നോസിക്കയാണെങ്കിൽ വാളെന്നൊക്കെ പറയുന്നത് ജീവനാണ്, അതുകൊണ്ടാണ് വാൾ ഒടിച്ചെന്നറിഞ്ഞപ്പോൾ അവൻ നിന്നെ കൊല്ലാൻ വേണ്ടി വന്നത്. അതുമാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വാളുണ്ടാക്കി, അതും മാത്രമല്ല ഞാൻ 2 വാൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് വാളുണ്ടാക്കിയത് എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ അവൻ്റെ വാൾ എടുത്ത് നോക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കിയുടെ വാളാണെങ്കിൽ ഒരു ബ്ലൂ കളർ പോലെയൊക്കെ മാറുകയാണ്. എന്നാൽ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വെളിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ വാളിൽ എന്തോ മിസ്സിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് ആ വാളിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ സൈഡിലൊരു ഇതാക്കുകയാണ്. ഇപ്പോഴാണ് എൻ്റെ വാളായെന്ന് നമ്മുടെ ഇനോസ്കി പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഈ വാളുണ്ടാക്കിയ നമ്മുടെ ആഗ്നോസിക്കയുടെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, ഇത് കണ്ടെങ്കിൽ ഇല്ലാതായി പോവുകയാണ്. ഞാൻ അവരെ ഇപ്പം കൊല്ലുവിടാതെ പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ താൻജറോ വന്നത് തടയുന്നത്. ആ സ്പോർട്സ്മാനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. അങ്ങനെ രാത്രി ആവുകയാണ്. ഇതേ സമയം തന്നെ അവർ രണ്ടുപേരും ടാറ്റ ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ആഗ്നോസിക്കയുടെ അസിസ്റ്റന്റ് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇനോസ്കിയെ ഞാൻ ഇനി അവനൊരു സോൾ ഉണ്ടാക്കി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാണ് തെറി വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ താൻജറോ ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. അങ്ങനെ പിന്നെ രാത്രിയിലെ കാര്യമാണ് കാണിക്കുന്നത്. നമ്മുടെ താൻജറോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താണ് ഉറങ്ങുന്നത് നോക്കാൻ വേണ്ടി ആ 3 കുട്ടികൾ അങ്ങോട്ട് വരികയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ താൻജറോ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെയാണ് ഉറങ്ങുന്നത്. ഇതേ സമയം തന്നെ ആ 3 കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ 4ത്തെ ദിവസം സെറ്റ് ആയിരിക്കും, ഇവനിത് കൺട്രോൾ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം നമ്മുടെ താൻജറോ ആണെങ്കിൽ ഫുൾ ബോഡി ട്രെയിനിങ്ങിൽ നമ്മുടെ ക്വാനിനെ തോപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ താൻജറോ ആണെങ്കിൽ അടുത്ത ട്രെയിനിങ്ങിലും നമ്മുടെ ക്വാനിനെ തോപ്പിക്കുകയാണ്. നമ്മുടെ താൻജറോ വളരെയധികം ഒത്തിരി ഗ്ലാസ്സൊക്കെ വളരെയധികം സ്പീഡിൽ എടുക്കുകയാണ്. നമ്മുടെ താൻജറോ അതെടുത്ത് അവളുടെ മോന്തയ്ക്ക് ഒഴിക്കോടാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ താൻജറോയ്ക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ തലയിൽ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ആ 3 കുട്ടികളും പറയുകയാണ്, എല്ലാ ട്രെയിനിങ് ജയിച്ചേ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ 4 പേരും വളരെയധികം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ഇനോസ്കി അതുപോലെ തന്നെ സെനിറ്റ്സു കാണുന്നുണ്ട്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വളരെയധികം വേഗത്തിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നൊക്കെ പറഞ്ഞാണ് ട്രെയിനിങ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താൻജറോ ആണെങ്കിൽ ഷിനുബുവിൻ്റെ അടുത്ത് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവിടെ ഷിനുബു പറയുകയാണ്, നീ നിന്റെ കോൺസെൻട്രേഷൻ ബ്രീതിങ് ടെക്നിക്ക് പഠിച്ചതുകൊണ്ട് തന്നെയാൽ നിന്റെ ശരീരവും അതുമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ പഴിക്കൊക്കെ ചെറുതായിട്ടൊക്കെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത പിന്നെ കൊല്ലാൻ പോകാമെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ ചോദിക്കുവാണ്, നിങ്ങളൊരു ഹാഷർ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഹിനുഗാമി കാഗ്രയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അതൊരു ഫയർ ബ്രീത്തിങ് ആണെന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഷിനുബു പറയുകയാണ്, എനിക്ക് ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ചൊന്നും അറിയത്തില്ല, കാരണം ഞാനൊരു പോയിസൺ ഹാഷറയാണ്. അതുമാത്രമല്ല ഞാൻ ഈ ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ചൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല. അതുമാത്രമല്ല നീ എന്തിനു വേണ്ടിയാണ് ഈ കാര്യം ചോദിച്ചത്? ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, എൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഫയർ ബ്രീത്തിങ് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. ആണോ? നിനക്കത് അറിയണം നിർബന്ധമാണോ? എന്നെ ഞാൻ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആ ആളുടെ പേരാണ് റെങ്കു. അവനും ഒരു ഹാഷറയാണ്. അതുമാത്രമല്ല അവൻ ഉപയോഗിക്കുന്നത് ഫ്ലെയിം ബ്രീത്തിങ് ആണ്. അവനിപ്പോൾ ഇവിടെ ഇല്ല, അവനിപ്പോൾ ഒരു മിഷന് പോയിരിക്കുകയാണ്. അവൻ വരാൻ നേരത്ത് നീ അവനോട് ചോദിച്ചോളാൻ പറയുകയാണ് നമ്മുടെ ഷിനുബു. നമ്മുടെ താൻജറോ ഷിനുബുവിനോട് ഒരു ടാങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത തവണ വരുമ്പോൾ ആ ആളോട് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ പോകാൻ നിൽക്കുന്ന നമ്മുടെ താൻജറോട് ഷിനുബു പറയുകയാണ്, എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. അതുമാത്രമല്ല നീ ഒരു നല്ല ഡീമൺ സ്ലെയർ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം ഞാൻ ഒരിക്കലും കളയത്തില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താൻജറോ ആണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന നെസ്കോന്റെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ നെസ്കോ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നമ്മുടെ താൻജറോ ഇവിടെ വന്നേ പിന്നെ നമ്മുടെ നെസ്കോ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഞാനിപ്പോൾ ടോട്ടൽ കോൺസെൻട്രേഷൻ ടെക്നിക്ക് 24 അവറിൻ്റെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെയധികം പവർഫുൾ ആണ്. അതുമാത്രമല്ല ഇപ്പോൾ സെനിറ്റ്സു ഇനോസ്കി ഞാൻ പഠിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് അവരും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല നിന്നെ ഞാൻ എത്ര വേഗം മനുഷ്യരാക്കി മാറ്റും. ഞാൻ എല്ലാ ഡീമൻസിനെയും കൊന്നിട്ട് അവരുടെ ബ്ലഡ് എടുത്തിട്ട് മയോക്ക് ഞാൻ അയച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. എല്ലാത്തിനും നന്ദിയുണ്ട് ചേട്ടാ എന്ന് പറയുന്നത് പോലെ നമ്മുടെ താൻജറോയ്ക്ക് തോന്നുകയാണ്. നമ്മുടെ താൻജറോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ നെസ്കോ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ താൻജറോ വിചാരിക്കുവാണ്, ഇപ്പം എനിക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെസ്കോ ആണെങ്കിൽ അവളുടെ മനസ്സിൽ പറയുന്നതായിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ താൻജറോ. ഇതേസമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ്, വളരെയധികം നന്ദിയുണ്ട് നെസ്കോ. അതുമാത്രമല്ല നീ ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഇവിടെ വരെ വന്നത്.
ഞാൻ ഇനിയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുമെന്ന് പറയുകയാണ്. ഇതേ സമയം തന്നെ ഒരു ട്രെയിൻ കാണിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ വെളിയിലോട്ട് കുറേ ബ്ലഡുകളൊക്കെ പോകുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒരു ഡീമനാണെങ്കിൽ മനുഷ്യരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുവാണ്, അതും ഒരു ട്രെയിനിൻ്റെ അകത്തിൽ. അവിടെ വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമേ സീരീസിൻ്റെ സീസൺ 1-ന്റെ അകത്തിലെ 25ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ ഇനി വെറും സീസൺ 1-ന്റെ അകത്തിൽ 2 എപ്പിസോഡാണ്. അത് കഴിച്ചിട്ട് ഒരു മൂവിയാണ് ഡീമൺ സ്ലെയർ മുഗൾ ട്രെയിൻ എന്ന്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ നിൽക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരെ വരാം. ബൈ.